കോമിക് ഫോൺസ് യൂസ് ചെയ്ത് എങ്ങനെ അട്രാക്റ്റീവായ തമ്മിൽ ക്രിയേറ്റ് ചെയ്യാം. ഇത് മലയാളത്തിൽ മാത്രമല്ല ഏത് ലാംഗ്വേജിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോയുടെ തമ്മിൽ ശ്രദ്ധിച്ച് കാണും. ഇത് കോമിക് ഫോൺസ് യൂസ് ചെയ്താണ് ഞാൻ ആ തമ്മിൽ ക്രിയേറ്റ് ചെയ്തത്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ യൂട്യൂബിൽ ലോങ് വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിനോടൊപ്പം വളരെ അട്രാക്റ്റീവായ ഒരു തമ്മിലൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഒരു തമ്മിലിനെ അട്രാക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഫോൺസ്, സ്പെഷ്യലി മലയാളം ഫോൺസ്, അത് സ്റ്റൈലിഷ് ആയ ഫോൺസ് ആയിരിക്കണം. സ്റ്റൈലിഷ് ഫോൺ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഫോൺ കളർ അല്ലെങ്കിൽ ഫോൺ സൈസ് മാത്രമല്ല, ആ ഫോൺ സ്റ്റൈല് തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസിലുള്ള ഫോൺ സ്റ്റൈലായിരിക്കും. നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള ഫോൺസ് യൂസ് ചെയ്ത്, മലയാളം ഫോൺസ് യൂസ് ചെയ്ത് തമ്മിൽ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓരോ തമ്മിലും ഡിഫറെൻറ്റ് രീതിയിൽ, ഡിഫറെൻറ്റ് വെറൈറ്റിയിൽ അത് അട്രാക്റ്റീവ് ആയിരിക്കും. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള മലയാളം ഫോൺസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. അത് മലയാളം ടെക്സ്റ്റ് ഇമേജ് എഡിറ്റർ എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്ത് എങ്ങനെ ഡിഫറെൻറ്റ് സ്റ്റൈലിലുള്ള മലയാളം ഫോൺസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഈ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആ വീഡിയോ കാണാവുന്നതാണ്. ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കോമിക് ഫോൺസ് യൂസ് ചെയ്ത് എങ്ങനെ അട്രാക്റ്റീവായ തമ്മിൽ ക്രിയേറ്റ് ചെയ്യാം. ഇത് മലയാളത്തിൽ മാത്രമല്ല ഏത് ലാംഗ്വേജിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോയുടെ തമ്മിൽ ശ്രദ്ധിച്ച് കാണും. ഇത് കോമിക് ഫോൺസ് യൂസ് ചെയ്താണ് ഞാൻ ആ തമ്മിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് പറ്റാണ്. അപ്പോൾ കോമിക് ഫോൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ലാപ്ടോപ്പിലൂടെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലൂടെ, അതുമല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ക്രോം ആപ്ലിക്കേഷനിൽ inkpx.com എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോവുക. ഇതിൻ്റെ URL ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ബൈ ഡിഫോൾട്ട് ഒരു സ്റ്റൈൽ ഇവിടെ കാണിക്കുന്നുണ്ട്. മറ്റ് സ്റ്റൈലുകൾ നോക്കാനായിട്ട് നമുക്ക് വേഡാർട്ട് ജനറേറ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ വേഡാർട്ട് ജനറേറ്ററിലെ ലെഫ്റ്റ് സൈഡിലായിട്ട് അറൗണ്ട് 19 സ്റ്റൈലിലുള്ള വേഡാർട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓരോ വേഡാർട്ടിലും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്ക്. അതിനുള്ളിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള കോമിക് ഫോൺസ് കിട്ടും. ഞാനിവിടെ റെട്രോ കോമിക്കിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുള്ളിൽ ഇവിടെ നോക്കുക, കോമിക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഈ ഓപ്ഷനെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഇനി ഇവിടെ നോക്കുക, ഇവിടെ മുകളിലായിട്ട് ടെക്സ്റ്റ്, സ്റ്റൈൽ, ബാക്ക്ഗ്രൗണ്ട്, ഇതുപോലെ 3 ടാബ്സ് ഉണ്ട്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. ആദ്യം നമുക്ക് എന്ത് ടെക്സ്റ്റാണോ ഇവിടെ വേണ്ടത് അത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ മലയാളം എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ സ്റ്റൈൽ സെലക്ട് ചെയ്യുക. അതേപോലെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സൈസും ഫോൺ സൈസും നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് തിരിച്ച് മുകളിലുള്ള 3 ടാബ്സിലേക്ക് പോകാം. ആദ്യത്തെ ടാബ് ടെക്സ്റ്റ്, അതിലായിരുന്നു നമ്മൾ ഇത്രയും നേരം വർക്ക് ചെയ്തത്. ഇനി നമുക്ക് സ്റ്റൈലിലേക്ക് പോകാം. സ്റ്റൈലിൽ നോക്കാം, ഇതിൽ ഓൾറെഡി ടിക്ക് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് ഇതിൽ ഓൾറെഡി ഈ ഫോൺ സ്റ്റൈലിൽ യൂസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും അതിൽ എന്തെങ്കിലും കളർ ചേഞ്ചസോ മറ്റെന്തെങ്കിലും ചേഞ്ചസോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ്. നമുക്ക് ഓരോരോ ഓപ്ഷൻസ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം ഞാൻ ഇന്നർ ഷാഡോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കാം, ഇതിനൊരു ഷാഡോ വന്നിട്ടുണ്ട്. ആ ഷാഡോയുടെ കളർ ഇതേപോലെ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതേപോലെ അതിൻ്റെ കപ്പാസിറ്റി, ഡിസ്റ്റൻസ്, ആംഗിൾ, ഇതേപോലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഷാഡോയുടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് ഞാൻ ഇന്നർ ഗ്ലോയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കാം, അതിനൊരു സെപ്പറേറ്റ് ഗ്ലോ വന്നിട്ടുണ്ട്. അതിൻ്റെ കളർ നോക്കാം നമുക്ക് ഇതേപോലെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ കപ്പാസിറ്റിയും അത് എത്രമാത്രം സ്പ്രെഡ് ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് ഓവർലേ ആണ്. ഓവർലേ ഓൾറെഡി ഈ ഫോൺ സ്റ്റൈലിൽ കൊടുത്തിട്ടുണ്ട്. എങ്കിലും നമുക്ക് അതിൽ എന്തൊക്കെ ചേഞ്ചസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കാം. ഞാനിവിടെ ഓവർലേയിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക, കളർ ഗ്രേഡിയൻ പാറ്റേൺ, ഇതിൽ ഏത് ഓപ്ഷനിലാണ് നമുക്ക് വേണ്ടത്, ഈ ഫോൺ സ്റ്റൈൽ വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലുണ്ടായിരുന്ന ഡോട്ട് ആയിട്ടുള്ള ഒരു പാറ്റേൺ അതങ്ങ് പോയി. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഏത് കളറാണ് വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതല്ല ഗ്രേഡിയൻ്റ് ഓപ്ഷനിൽ വെക്കുകയാണെങ്കിൽ ആ ഗ്രേഡിയൻ്റ് ഓപ്ഷനിൽ അത് വരും. ഇപ്പോഴും പാറ്റേൺ അതിൽ വരില്ല. നമ്മൾ പാറ്റേണിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ആ ഡോട്ട് ആയിട്ടുള്ള ആ പാറ്റേൺ അത് തിരിച്ചു വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ഏതെങ്കിലും ഒരു പാറ്റേൺ ഒരു ഫയലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫയലിനെ നമുക്ക് ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്ത് ആ പാറ്റേൺ നമുക്ക് ഈ ഫോണിൽ കൊടുക്കാവുന്നതാണ്. അടുത്ത 2 സ്ട്രോക്ക് ഓർ ഔട്ട്ലൈൻ ഉണ്ട്. അതിൽ ഒരു സ്ട്രോക്ക് ഓർ ഔട്ട്ലൈൻ ഓൾറെഡി ഈ ഫോൺ സ്റ്റൈലിൽ കൊടുത്തിട്ടുണ്ട്. അതിലും നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുന്നു. ഇവിടെ നോക്കാം, ഇവിടെയും കളർ, പാറ്റേൺ, അതുപോലെ ഗ്രേഡിയൻ്റ്, ഈ 3 ഓപ്ഷൻസും ഓവർലൈൻ പറഞ്ഞതുപോലെ തന്നെ ഉണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാവുന്നതാണ്. കളർ ആണെന്നുണ്ടെങ്കിൽ കളർ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതല്ല ഗ്രേഡിയൻറ്റിൽ വെക്കണമെങ്കിൽ ഗ്രേഡിയൻറ്റിലും കുറേ ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ബെസ്റ്റ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല പാറ്റേൺ ആണെന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാറ്റേൺ ഇവിടെ കൊടുക്കാവുന്നതാണ്. അതേപോലെ ഒരു സ്ട്രോക്ക് ഒരു ഔട്ട്ലൈനും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലും കൂടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ എത്രയും വലിയ ഒരു സ്ട്രോക്ക് ഇവിടെ വന്നിട്ടുണ്ട്, ഒരു വലിയ ഒരു ഔട്ട്ലൈൻ ഇവിടെ വന്നിട്ടുണ്ട്. അതിലും നമുക്ക് ഇവിടെ കളർ ചേഞ്ച് ചെയ്യാം. അല്ലെങ്കിൽ പാറ്റേൺ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ പാറ്റേൺ ചേഞ്ച് ചെയ്യാം. അതല്ല ഗ്രേഡിയൻ്റ് ആണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഗ്രേഡിയൻ്റ് വെക്കാവുന്നതാണ്. പക്ഷേ ഈ 2 സ്ട്രോക്കും കൂടെ കൊടുത്ത് ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് സ്റ്റൈൽ ആ ഫോണിൻ്റേത് മാറുന്നതായിരിക്കും. അടുത്തത് 3D ഓപ്ഷനാണ്. 3D ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇവിടെ ഒരു 3D എഫക്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ നമ്മുടെ കളർ, പാറ്റേൺ അല്ലെങ്കിൽ ഗ്രേഡിയൻ്റ് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെറ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് അടുത്തത് വരുന്ന ഔട്ട്ലൈൻ ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് ആ 3D എഫക്റ്റിനും മുകളിൽ ഞങ്ങളുടെ മറ്റൊരു എഫക്റ്റ് ഈ ഔട്ട്ലൈൻ ബാക്ക്ഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരുന്നുണ്ട്. അതിൻ്റെ നമുക്ക് ഈ 3 ഓപ്ഷനും കളർ, ഗ്രേഡിയൻ്റ് അല്ലെങ്കിൽ പാറ്റേൺ ഓപ്ഷനിൽ വെക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് 3Dക്ക് ഒരു 3D ഓപ്ഷനും കൂടെ ഇതിനകത്ത് വരുന്നുണ്ട്. അതിൽ ക്ലിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ഒരു ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുകളിൽ കൂടെ വീണ്ടും അതിൻ്റെ മുകളിലായിട്ട്
ഒരു 3D ഓപ്ഷനും കൂടെ അതിനുള്ളിൽ നമുക്ക് വരുത്താവുന്നതാണ്. ഇനി ഇവിടെ 3D ടൂലിന്റെ താഴേക്ക് നോക്കുക, ഔട്ടർ ഗ്ലോ എന്ന് പറയുന്ന മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഔട്ടർ ഗ്ലോയിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ ഇതിനെല്ലാത്തിനും മുകളിലൂടെ, അതായത് 3D 1-നും 3D 2-നും ഔട്ട്ലൈനും ബാക്ക്ഗ്രൗണ്ടിനും ഇതിനെല്ലാത്തിനും മുകളിലായിട്ട് ഒരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗ്ലോ ഇവിടെ വന്നിട്ടുണ്ട്. ഇത്രയധികം ഓപ്ഷൻസ് കൊടുത്തു കഴിയുമ്പോഴത്തേന് ഈ ടെക്സ്റ്റിന്റെ സ്റ്റൈൽ മൊത്തത്തിലായിട്ട് മാറുന്നതായിരിക്കും. പക്ഷേ എല്ലാം കൂടെ കൊടുത്ത് കുളമാക്കരുതെന്ന് മാത്രം. നമുക്ക് വേണ്ട രീതിയിലുള്ള ടെക്സ്റ്റിന്റെ ഡിസൈൻ റെഡി ആയി കഴിഞ്ഞാൽ, അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ നോക്കാം, താഴെയായിട്ട് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിതിനെ PNG അല്ലെങ്കിൽ JPG ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഏത് ഫോർമാറ്റാണോ വേണ്ടുന്നത് അതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഫയൽ നമ്മുടെ ഡൗൺലോഡ്സ് ഫോൾഡറിൽ സേവ് ആവുന്നതായിരിക്കും. അതും ട്രാൻസ്പെറൻറ്റ് ഇമേജ് ആയിട്ടായിരിക്കും ഇത് സേവ് ആവുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കോമിക് ഫോൺസ് യൂസ് ചെയ്ത് അട്രാക്റ്റീവായ തംബ്നെയിൽസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാം. ഇതേപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.